ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞതോടൊപ്പം തന്നെ അനുമോളുടെ സപ്പോർട്ട് ഇപ്പോൾ ഉള്ളതിനേക്കാളും 10 മടങ്ങ് കൂടിയിട്ടാണ് ഉള്ളത്. ഇനി തിങ്കളാഴ്ച മുതലാണ് അടുത്ത വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫിനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ആയിരിക്കാം. ആരാണ് ബിഗ് ബോസ് സീസൺ 7ൻ്റെ കപ്പ് ഉയർത്തേണ്ട വ്യക്തി എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ആണ് തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് അനുമോൾക്ക് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അനുമോളുടെ ഗെയിമിൻ്റെ ഗ്രാഫ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉയർന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ അനുമോൾ നിൽക്കുന്നത്. 95% അനുമോൾ കപ്പടിക്കാനാണ് കൂടുതലായിട്ട് സാധ്യത. ബാക്കിയുള്ള 5% വെച്ചിട്ട് എന്ത് അട്ടിമറിയും എന്ത് മറിമായവും ഇതിൽ സംഭവിക്കാം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അനുമോൾ ബാക്കിലേക്ക് പോവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 95%-ഓളം അനുമോൾ തന്നെ കപ്പടിക്കാണ് കൂടുതൽ സാധ്യതയായിട്ട് കാണുന്നത്. പക്ഷേ 100% സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ കപ്പടിച്ച് വന്നതിന് ശേഷം എല്ലാവരും പറയാൻ പോകുന്നത് ഇവൾ PR-ൻ്റെ ബലത്തിലാണ് കപ്പടിച്ച് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ആയിരക്കണക്കിന് അമ്മമാരുടെ പ്രാർത്ഥനയും അവരുടെ ആ ഒരു സ്നേഹവുമാണ് അനുമോളുടെ PR എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ 16 ലക്ഷം രൂപ കൊടുത്ത് PR-നെ ഉണ്ടാക്കേണ്ട ഒരു കാര്യം അനുമോൾക്ക് ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അനുമോളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആൾക്ക് ടാസ്കിലൊക്കെ അത്രയും നന്നായിട്ടൊന്നും പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും റിസ്ക് പിടിച്ച ടാസ്കിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അനുമോൾ കയറി പറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവൾ നല്ലപോലെ ശ്രമിക്കാറുണ്ട്. ടാസ്കിലെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് കൂടുതൽ എഫേർട്ട് ഇട്ട് ശ്രമിക്കാറുള്ളതായിട്ട് നമുക്ക് ഷോ കാണുമ്പോഴത്തേനും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ഗെയിമിലാണ് അനു ഇപ്പം നല്ല അടിപൊളിയായിട്ട് വിജയിച്ച് വന്നിട്ടുള്ളത്. അനുമോൾക്ക് വേണ്ടിയിട്ടുള്ള പുറത്തുള്ള അമ്മമാരുടെയൊക്കെ പ്രാർത്ഥനയുടെയും അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് തന്നെയാണ് അത്തരത്തിലൊരു വിജയം അനുവിന് ഉണ്ടായിട്ടുള്ളതെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. PR-ൻ്റെ ബലത്തിലാണ് അനുമോൾ ഇവിടെ നിന്ന് ഇത്രയും ദിവസം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതൊക്കെ മണ്ടത്തരമാണെന്നുള്ളത് ഈ ഹൗസിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം അനുമോൾക്കുള്ള സപ്പോർട്ടിൽ ഇവർക്ക് കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കി എടുക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇത് കാണുന്ന വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും തരണം ചെയ്ത് അവിടെ ഉണ്ടായിരുന്നുള്ള എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് ഇനി ഫൈനലിൽ എത്തി കപ്പടിച്ചിട്ടായാലും അടിക്കാതെ ആയാലും പുറത്തേക്ക് വരുന്ന അനുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ PR-ൻ്റെ ബലത്തിലൂടെയാണ് ഇത്രയും നാളും അവിടെ നിന്നത്, അല്ലെങ്കിൽ നീ PR-ൻ്റെ ബലത്തിലൂടെയാണ് കപ്പടിച്ചിട്ട് വന്നത് എന്നുള്ള ഒരു ഡയലോഗ് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ആരും പറയാതിരിക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്.